നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഉണ്ടാവുകയില്ല. പിന്നെ പുറകെ നടന്നിങ്ങനെ ദ്രോഹിച്ചാൽ എന്താ തിരിച്ച് ചെയ്യണമെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. ഇതുവരെ അതിനൊന്നും തുനിയാതിരുന്നത് ഈ ഒരു പെൺകുട്ടിയല്ലേ ഭാവി നശിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാ. പക്ഷേ ഇനി ഔദാര്യം പ്രതീക്ഷിക്കരുത്. കേട്ടില്ലേ സാർ? സാറിന്റെ മുന്നിൽ നിന്ന എന്നെ എങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്? കൊല്ലോന്നാണോ നശിപ്പിക്കുമെന്നാണോ എന്ന് പോലും എനിക്കറിയില്ല. ഏതായാലും അങ്ങനെയായിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷേ എനിക്ക് മനസാക്ഷിയുണ്ട്. ഇത്രയും നടന്നതെല്ലാം ഞാൻ മറക്കാം. എന്റെ പരാതി ഞാൻ പിൻവലിക്കാം. പക്ഷേ സാറ് പറഞ്ഞ കാര്യം ഇവിടെ ഇപ്പൊ നടക്കണം. അല്ലെങ്കിൽ പരാതി പിൻവലിക്കുന്ന എന്നെ നാട്ടുകാർ അസഭ്യം പറയും. ഞാൻ മനഃപൂർവ്വം ഒരു കേസ് ഉണ്ടാക്കിയതാണെന്ന് ആളുകൾ വിചാരിക്കും. അത് എന്റെ ജീവിതത്തെ ബാധിക്കില്ലേ? എനിക്കും വേണ്ടേ ഒരു ജീവിതം? കുടുംബവും ബന്ധങ്ങളൊക്കെ എനിക്കുള്ളതാ. ഇപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? കല്യാണം നടക്കട്ടെ സർ, ഇവിടെ വെച്ച്, ഈ സ്റ്റേഷനിൽ വെച്ച്. ആളുകൾ കാണട്ടെ. ഒരു ജീവിതം ഇവർക്കുണ്ടാവാൻ വേണ്ടി കേസ് പിൻവലിച്ചതാണെന്ന് എനിക്കും ധൈര്യമായിട്ട് പറയാലോ. ഇവരെ കുറിച്ച് ആ സ്ത്രീകളും അയാളും പറഞ്ഞാൽ തെറ്റാണെന്ന് സാറിന് സമർത്ഥിക്കുകയും ചെയ്യാം. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഇതങ്ങ് തീരും. നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴിക്കാ നീങ്ങുന്നത്. എന്താ പ്രശ്നമായോ? അത് നോക്കിയത് എസ് പിയാ. അയാൾക്ക് ശിവദാസിനോട് അടുപ്പമുണ്ട്. അതെനിക്കറിയാം. രണ്ടുപേരെ ഇവിടെ വെച്ച് വിവാഹം കഴിപ്പിക്കാം. പക്ഷെ അത് നമുക്ക് കൂടുതൽ ഗുണം ചെയ്യും. എങ്ങനെ വിവാഹം കഴിപ്പിക്കും? രജിസ്ട്രാറെ വരുത്തോ? അതറിയില്ല. എന്തായാലും നമ്മുടെ വക ഒരു താലി വേണം. ആലിലെ താലി. കാര്യമായിട്ടാണോ? അതെ, കെട്ടുന്ന വിഷ്വൽസും നമുക്ക് വേണം. അത് ഏർപ്പാടാക്കാം. നാട് ഇളകിയതറിഞ്ഞ് വീടും ഇളകി തുടങ്ങിയിട്ടുണ്ട്. ഞാനും കൂടി അങ്ങോട്ട് ചെല്ലട്ടെ, ഒരു അഭ്യുദയകാംക്ഷിയായിട്ട്. അപ്പൊ താലി? ആ നിൽക്കുന്ന ആളില്ലേ, ആള് വിശ്വസ്തനാ. ആനെ കൊണ്ടുതരാൻ പറഞ്ഞാൽ കൊണ്ടുതരും. ഇത്രയൊക്കെയാണ് സംഭവിച്ചത്. സ്റ്റേഷനിൽ നിന്ന് ചെയ്യാവുന്നതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരിക്കലും നന്ദിതയോ ശിവദാസിനെയോ കേസിൽപ്പെടുത്തണമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷെ കണ്ടില്ലേ, പുറത്ത് റിപ്പോർട്ടേഴ്സും ആളുകളും ഒക്കെ ഉണ്ട്. അവരെ ഒന്ന് ശാന്തരാക്കാൻ, പറഞ്ഞു മനസ്സിലാക്കാൻ ഞാൻ ഈ വഴിയെ കണ്ടുള്ളൂ. ഇതൊന്നും സത്യമല്ല സർ. എന്റെ മോളെ എനിക്കറിയാം. അവള് മോശപ്പെട്ട ഒരു കാര്യവും ചെയ്യില്ല. അങ്ങനെ തോന്നിയതുപോലെ നടക്കാനായിരുന്നെങ്കിൽ എന്നേ ആകാമായിരുന്നു. അവളുടെ മനസ്സിൽ ഇപ്പോഴും മരിച്ചുപോയ എന്റെ മകൻ മാത്രമാണ്. അവളുടെ മനസ്സിൽ അവൻ മരിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് മറ്റൊരാളുമായി മോശപ്പെട്ട രീതിയിൽ? നിങ്ങൾ പറയുന്നത് ഒരുപക്ഷെ ശരിയായിരിക്കും, ഞാൻ തർക്കിക്കുന്നില്ല. എന്നാൽ പുറത്തു നിൽക്കുന്ന ആളുകളെ വിശ്വസിപ്പിക്കാനാണ് പാട്. ഇതൊരു നിസ്സാര കാര്യമല്ല. പുറത്തറിഞ്ഞാൽ ഇതിലും വലിയൊരു നാണക്കേടില്ല.
സാറ് പറയുന്നതാണ് നേര്. ഒന്നിച്ച് ഇത്രയും കാലം താമസിക്കായിരുന്നു എന്നേ ആളുകൾ വിശ്വസിക്കൂ. അങ്ങനെ അല്ലെങ്കിൽ കൂടി. പ്രിൻസേ, നിങ്ങൾക്ക് നന്ദിതയെ നന്നായി അറിയാവുന്നതല്ലേ? മുമ്പ് മിസ്റ്റർ ചാണ്ടിയുമായിട്ടുള്ള കേസിലും ഇടപെട്ടത് നിങ്ങളാണ്. അന്നും നന്ദിതയ്ക്ക് വേണ്ടി ഒരു വലിയ എമൗണ്ട് തരാൻ ശിവദാസ് തയ്യാറായി. എന്തിന്റെ പേരിലാണ്? ഞാനത് ആലോചിച്ചതാണ്. ഒരു ബന്ധവുമില്ലാതെ ലക്ഷങ്ങൾ കൊടുക്കില്ലല്ലോ. അത് നേരാണ് സാർ. അവര് തമ്മിൽ അടുപ്പക്കൂടുതലുണ്ട്. അത് എങ്ങനാണെന്നോ അതിന് ഏത് നിറം കൊടുക്കണമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ശിവദാസിന് നന്ദിതയോട് ഇഷ്ടമുണ്ട്, നന്ദിതയ്ക്ക് തിരിച്ചും. അതെനിക്ക് ഉറപ്പാ. ഭാസ്കർ മേനോന് എന്ത് തോന്നുന്നു? എന്റെ മരുമകളായിട്ട് ഞാൻ അവളെ കണ്ടിട്ടില്ല. എന്റെ സ്വന്തം മകളായിട്ടാണ് കണ്ടിട്ടുള്ളത്. അങ്ങനെ ഒരു അടുപ്പമോ സ്നേഹമോ അവൾക്ക് തോന്നിയാ അത് അവൾ എന്റെ അടുത്ത് പറയും. തന്നെയുമല്ല, എന്റെ മകന്റെ മരണശേഷം ഞാൻ തന്നെ അവളോട് പറഞ്ഞിട്ടുണ്ട് ഒരു ജീവിതം ഉണ്ടാക്കാൻ. നല്ലൊരാളെ തന്നെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ച് ജീവിക്കാൻ. ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിച്ച് ജീവിതം കളയരുതെന്ന് ഒരിക്കലും അവൾ അതനുസരിച്ചിട്ടില്ല. അത് കേൾക്കുന്നത് പോലും അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്റെ മോന്റെ ഫോട്ടോ നോക്കി സങ്കടം പറയും. എന്തുണ്ടെങ്കിലും അറിയാവുന്നത് അവന്റെ ആത്മാവിനാണ്. അത്രയ്ക്കും നിഷ്കളങ്കമാണ് അവളുടെ മനസ്സ്. എല്ലാം ശരിയായിരിക്കാം, ഇതൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷേ എപ്പോഴെങ്കിലും നന്ദിതയ്ക്ക് ശിവദാസിനോട് കടപ്പാട് തോന്നിയിട്ടുണ്ടോ? ആ കടപ്പാട് സ്നേഹവും ഇഷ്ടവുമായി മാറാൻ അധിക നേരമൊന്നും വേണ്ട മിസ്റ്റർ മേനോൻ. എന്തായാലും നന്ദിത ഒരു ചീത്ത സ്വഭാവമുള്ള പെണ്ണൊന്നുമല്ല. എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഈ സാറ് പറഞ്ഞതുപോലെ ഒരാളോട് അടുപ്പം തോന്നാൻ ഒരുപാട് ദിവസവും സമയമൊന്നും വേണ്ടല്ലോ. അടുപ്പം തോന്നിയിട്ടുണ്ടാവാം, പക്ഷേ അത്രയ്ക്കും മോശപ്പെട്ട ബന്ധമൊന്നും ഉണ്ടാവില്ല. അങ്ങനൊരു സ്ത്രീയല്ല നന്ദിത. പ്രിൻസ് പറഞ്ഞതുപോലെ ഒരു അടുപ്പമുണ്ട് മിസ്റ്റർ മേനോൻ. അവർ തമ്മിൽ പണം കൈമാറ്റം ചെയ്യാനും ബിസിനസ്സിൽ സഹകരിക്കാനുമൊക്കെ സന്മനസ്സുള്ള ഒരു വൈകാരിക ബന്ധം ഉടലെടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കണം, ഈ ശിവദാസിന്റെ മകൾക്ക് നന്ദിതയെ പിരിയാൻ പറ്റാത്ത അവസ്ഥയുമുണ്ട്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോ അവരെ ഒന്നിപ്പിക്കുന്നതല്ലേ നല്ലത്? തീർച്ചയായും ഒരു പരിധിവരെ കുട്ടികളുടെ ഭാവിക്കും അതാ നല്ലത്. നാളെ കുട്ടികൾക്ക് അമ്മയെക്കുറിച്ചൊരു മോശം വാക്ക് കേൾക്കാൻ ഇടവരരുത്. മിസ്റ്റർ മേനോൻ എന്ത് പറയുന്നു? നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എനിക്കൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. അവളോട് ചോദിക്കണം. ചോദിച്ച പോരാ, സമ്മതിപ്പിക്കണം. സമ്മതിപ്പിച്ച് കിട്ടിയാൽ ആളുകളെയും മാധ്യമങ്ങളെയും ഇതൊരു ചെറിയ കാര്യമാണെന്ന് ധരിപ്പിച്ച് പറഞ്ഞുവിടാം. നിലവിൽ ഇവിടെ ദിയ രവിചന്ദ്രൻ കൊടുത്തിരിക്കുന്ന കേസ് പിൻവലിക്കാമെന്നും ഏറ്റിട്ടുണ്ട്. നിങ്ങളൊന്ന് സംസാരിച്ചു നോക്കൂ. നടക്കില്ല. എങ്ങനെ പറയാൻ തോന്നി അച്ഛൻ എന്നോടിത്? അതിനർത്ഥം ഇവിടെ നടന്നതൊക്കെ സത്യമാണെന്ന് അച്ഛനും വിശ്വസിക്കുന്നു എന്നല്ലേ? എന്റെ വിശ്വാസവും വിശ്വാസ്യതയും നിനക്ക് മാത്രം അറിയേണ്ടതാണ്. പക്ഷേ നാട്ടുകാരും കുറച്ചു പത്രക്കാരും നിൽപ്പുണ്ട് പുറത്ത്. പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നെ രക്ഷിച്ചോണ്ട് പോവാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? പറ. എന്നെ ആരും രക്ഷിക്കണ്ട. ഞാൻ സ്വയം എന്നെ രക്ഷപ്പെടുത്തിക്കോളാം. എനിക്ക് വിവാഹം കഴിച്ചുള്ള ഒരു ജീവിതം ഇനി വേണ്ട. അതിനേക്കാൾ നല്ലത് ഞാൻ മരിക്കുന്നതല്ലേ. എന്റെ കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതായിപ്പോ അതവര് സഹിക്കണം. അല്ലാതെ അമ്മ പേരുദോഷം കേൾപ്പിച്ചു എന്നുള്ള നാണക്കേട് കൊണ്ട് ജീവിക്കേണ്ടി വരരുത് അവർക്ക്. എപ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. കല്യാണം കഴിക്കണമെന്നോ ഒരാളെ കൂടെ കൂട്ടണമെന്നോ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഞാൻ വിചാരിക്കത്തുമില്ല. ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി വന്നു പെടുമെന്ന് വിചാരിച്ചിട്ടില്ല. സഹായിക്കാനേ നോക്കിയിട്ടുള്ളൂ. ഒരിക്കലും നന്ദിതയ്ക്ക് ദോഷം വരണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അതെല്ലാവർക്കും അറിയാം. നന്ദിതയെ ഇത്രയും സഹായിച്ചിട്ടുള്ള വേറെ ആരുമില്ല. അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പ്രശ്നവും. പ്രിൻസ്, താനിവിടെ അധികം സംസാരിക്കണ്ട. എനിക്ക് തന്നെ ശരിക്കും അറിയാം. ഇതിനകത്ത് തനിക്കൂടെ പങ്കുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരുമല്ലോ. തീർന്നു കഴിയുമ്പോ രണ്ടും കൽപ്പിച്ച് ഞാനൊരു ഇറക്കവും ഇറങ്ങും.
അതൊന്ന് ഓർത്ത് വെച്ചോ